എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സുധാകരൻ മാഷാകട്ടെ എഴുന്നേറ്റ് പാടെ കമലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ കമല വീണ്ടും ഉറങ്ങുന്നത് കണ്ട് മാഷ എന്നെ കമലയോട് ആവശ്യപ്പെടുന്നു. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയല്ലേ നീ ഉറങ്ങിയത്? രാത്രി ഉറങ്ങുന്നതുവരെ വിക്രമിന്റെ കാര്യവും പറഞ്ഞിരുന്ന് കരച്ചിലല്ലായിരുന്നു. ഇപ്പോഴേ എഴുന്നേറ്റിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ടാ? നീ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോ, ഞാൻ പോയി കാപ്പി എടുക്കാമെന്ന് പറഞ്ഞ് മാഷ് അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളയിൽ മാഷ് ഓരോന്ന് ചെയ്യുന്ന തിരക്കില് എന്തോ ശബ്ദം കേട്ടെന്നോണം മുൻവശത്തെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അതാ കമല നിലത്ത് വീണ് ഫിറ്റ്സ് വന്നെന്നോണം കിടക്കുന്നു. പെട്ടെന്ന് തന്നെ മാഷ് ഒരു വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കമലയെ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി ഐസിയുയിൽ അഡ്മിറ്റായി അധികം താമസിയാതെ തന്നെ വിനയനും ശ്രീജേട്ടിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിനയൻ വന്നപാടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പല ആവർത്തി സുധാകർ മാഷിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ മാഷാകട്ടെ ഒരുതരം മരവിച്ച അവസ്ഥയിലാണ്. വിനയൻ ചോദിച്ചതൊന്നും തന്നെ മാഷ് കേൾക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ മാഷ് കരഞ്ഞു തന്നെ വിനയന്റെ ദേഹത്തേക്ക് വീഴുന്നു. മറ്റാരും തന്നെ അവരെ സഹായിക്കാനില്ലാത്തതുകൊണ്ട് ശ്രീജേടത്തിയും വിനയേട്ടനും കൂടിയാണ് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. മരുന്ന് മേടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കെല്ലാമായി അവരെല്ലാവരും പുറത്തു പോയ സമയത്ത് കമലയാകട്ടെ സുധാകരൻ മാഷിനെ കാണാനായിട്ട് അകത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ നഴ്സ് വന്ന് വിവരം പറഞ്ഞ പ്രകാരം മാഷ് കമലയെ കാണാനായിട്ട് ഐസിയുവിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അല്പസമയം കമലയെ മുത്തിരുന്ന ശേഷം മാഷിനെ തിരിച്ച് അവർ മടക്കി അയക്കുന്നുണ്ട്. അല്പം വൈകാതെ തന്നെ വിനായകനും നന്ദിനിയും അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അതേസമയം തന്നെയാണ് സുധാകരൻ മാഷിനെ ഡോക്ടർ സംസാരിക്കാൻ എന്നോണം അകത്തേക്ക് വിളിക്കുന്നത്. മാഷിനെ ഡോക്ടർ അകത്തേക്ക് വിളിച്ചത് മറ്റൊന്നിനെ തന്നെ ആയിരുന്നില്ല. കമലയുടെ ആരോഗ്യനില വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ കമലയെ വെന്റിലേറ്ററിൽ മാറ്റാനുള്ള അനുവാദം മേടിക്കാനാണ്. എന്ത് വേണേലും ചെയ്തോ, അവളെ പഴയ പോലെ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് മാഷ് അനുവാദവും കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ഡൽഹിയിലാകട്ടെ വേദ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സേതുലക്ഷ്മിയാണ്. പെട്ടെന്ന് രാധികയ്ക്ക് പെയിൻ വന്നതുകൊണ്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി മോൾ ഉറങ്ങുമായോണ്ട് പറയാൻ പറ്റിയില്ലെന്നാണ് സേതുലക്ഷ്മി വേദയെ അറിയിക്കുന്നത്. ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നപ്പോൾ മോൾ ഇവിടെ തനിച്ചല്ലേന്ന് ഓർത്തു, അതാ ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് സേതുലക്ഷ്മി പറയുന്നത്. അത് കുഴപ്പമില്ല, അമ്മ അങ്ങോട്ടേക്ക് പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാമെന്ന് വേദ അറിയിക്കുന്നുണ്ട്. മറുപടി സേതുലക്ഷ്മി, അതൊന്നും സാരമില്ല, അവിടെ അവന്റെ വിഷമം കാണാനാ എനിക്ക് പറ്റാത്തത്. ആ യൂണിഫോം ഇടുമ്പോഴുള്ള ധൈര്യം മാത്രമേ അവനുള്ളൂ. എനിക്കോ രാധയ്ക്കോ എന്തെങ്കിലും പറ്റിയാൽ അവനൊട്ട് സഹിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കേട്ട ശേഷം വേദ ചോദിക്കുന്നുണ്ട്, രാധിക ഓർഫനല്ലേ? അത് മോൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് സേതുലക്ഷ്മി ചോദിക്കുന്നത്. അന്ന് തരുണൊക്കെ ഇവിടുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടെന്ന് വേദ പറയുന്നു. ഓർഫനായിട്ടുള്ള ഒരാളെയാണ് തരുൺ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മകനെ പറ്റി ഓർത്ത് സന്തോഷമാണ് തോന്നിയെന്ന് സേതുലക്ഷ്മി പറയുന്നു. രാധിക മോള് വിവാഹം കഴിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒക്കെ എല്ലാവർക്കും എന്ത് സന്തോഷമായിരുന്നു. അന്ന് ആ ഷോപ്പിംഗ് മോളിൽ വെച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എത്ര സന്തോഷത്തിൽ കഴിയേണ്ട ആളാ എൻ്റെ രാധിക മോള്. എന്നാൽ ഇത് കേൾക്കുന്ന വേദയാകട്ടെ, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഡെലിവറി കഴിയുന്നതോടുകൂടി എല്ലാ വിഷമങ്ങളും മാറുമെന്ന് വേദ ആശ്വാസം പറയുന്നു. ജയിലിലാകട്ടെ വിക്രമിന് കമലയെ പറ്റിയുള്ള ആദ്യമാണ്. അമ്മയെ താൻ സ്വപ്നം കണ്ടുവെന്നും വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാമെന്ന് സംസാരിക്കാനായിട്ട് ജയിലറുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നിട്ടുള്ള 2 നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ 2ലും കിട്ടുന്നില്ല. അതോടെ ആയപ്പോൾ എനിക്കെന്തോ പേടി തോന്നുന്നതാണ് വിക്രം ജയിലറോട് പറയുന്നത്. നീ എന്തായാലും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് നിന്നോട് വിവരം അറിയിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഡൽഹിയിലെ ഹോസ്പിറ്റലിലാകട്ടെ രാധികയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്നുള്ളതുകൊണ്ട് തരുണിനെ സേതുലക്ഷ്മി ഡോക്ടറെ വിളിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, ആരെ വേണമെന്നാണ് ഡോക്ടറെ ചോദിക്കുന്നത്. ഇത് കേട്ടപാടെ കരഞ്ഞുകൊണ്ടാണ് തരുൺ രാധികയെ തനിക്ക് എന്തായാലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഡോക്ടറോട് പറയുന്നത്. കുഞ്ഞിനെ മാത്രം കിട്ടി രാധികയെ അങ്ങനെ എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റത്തില്ല, അവളെ എനിക്ക് വേണം, അവളെ എന്തായാലും എനിക്ക് വേണമെന്ന് തരുൺ കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെ റൂമിലാകട്ടെ വേദയെ ചെക്ക് ചെയ്യാനായിട്ട് സിസ്റ്റർ വന്നപ്പോഴത്തേന് വേദ വിവരം തിരക്കുന്നുണ്ട്. അല്പം സീരിയസ് ആണെന്നും 2ല് ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സിസ്റ്റർ അറിയിക്കുന്നു. എനിക്കെന്തായാലും അവരെ ഒന്ന് കണ്ടേ പറ്റൂ, ഈ അവസ്ഥയിൽ അത് വേണോന്നാണ് നഴ്സ് ചോദിക്കുന്നത്. ഒട്ടും വയ്യാതിരുന്നപ്പോൾ എനിക്ക് ആശ്വാസമായിട്ടിരുന്നവരാണ് ആ അമ്മയും മകളും, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായും ചെന്ന് കാണണമെന്ന് പറഞ്ഞ് വേദ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം തന്നെ ശ്രീകാന്തിന്റെ ഗുണ്ടകളാകട്ടെ വേദയെ അന്വേഷിച്ചുകൊണ്ട് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. വേദ അവരുടെ കണ്ണിൽ പെടുമോ? അങ്ങനെ വേദയും കുഞ്ഞും ഇല്ലാതാകുമോ? ബാക്കി അറിയാനായി അടുത്ത ഭാഗം കേൾക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.